തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ടവകാശം വിനിയോഗിക്കാതിരുന്നത് വിവാദമായി. രാജീവ് ചന്ദ്രശേഖരൻ ജനാധിപത്യ പ്രക്രിയയെ അവഹേളിച്ചതായി CPI ആരോപിച്ചു. തിരുവനന്തപുരത്ത് തന്റെ സാന്നിധ്യം ആവശ്യമായതിനാലാണ് ബംഗളൂരുവിൽ പോയി വോട്ട് രേഖപ്പെടുത്താതിരുന്നതെന്ന ന്യായീകരണവുമായി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം. എന്നാൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ വോട്ടവകാശം വിനിയോഗിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ട് ബംഗളൂരുവിലാണ്. അവിടെ പോയി വോട്ട് രേഖപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറായില്ല. ഇല്ല, ഞാൻ പോയിട്ടില്ല. ഇതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഞാനെൻ്റെ അവിടുന്ന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ലാസ്റ്റ് എൻ്റെ അനൗൺസ്മെൻറ്റ് 3-ാം തീയതി മാർച്ചായിരുന്നു. അത് ടൈം കിട്ടിയില്ല. എൻ്റെ വോട്ട് ഇനി വരുന്ന ദിവസത്തിലെല്ലാം പെടുന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ. ഞാൻ ജനങ്ങളെ റെപ്രസെൻറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ജനങ്ങൾക്കൊരു നിങ്ങൾക്കൊരു എനിക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ അങ്ങനെ ഒരു കൺവീനിയൻസ് ഇല്ല. അത് എനിക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പോയി വന്നിരുന്നു. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം വോട്ട് പോലും രേഖപ്പെടുത്താൻ തയ്യാറാവാത്ത രാജീവ് ചന്ദ്രശേഖരൻ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ചിരിക്കുകയാണെന്ന് മന്ത്രി GR അനിൽ ആരോപിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോയില്ല എന്നാണ് ചിലർ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത്. ആ അറിവ് ശരിയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ തെളിവാണ് അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് ജനങ്ങളെ, തിരുവനന്തപുരം നിവാസികളെ പറ്റിക്കലാണ്. ഇതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത്. ഇത് കച്ചവടത്തിൻ്റെ മുതലാളിമാരുടെ മത്സരമല്ല. ഇവിടെ മുതലാളിമാരുടെ താല്പര്യം കച്ചവട താല്പര്യം മാത്രമാണ്. അത് ജനങ്ങളോട് ആ നിലയിലുള്ള നിലപാട് തന്നെയാണ് ഭാവിയിൽ ഇവർ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യങ്ങളിൽ ആലോചിക്കുമ്പോൾ അവർ ലാഭനഷ്ടത്തിൻ്റെ കണക്കാണ് എപ്പോഴും നോക്കുന്നത്. വോട്ട് രേഖപ്പെടുത്താത്ത രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി തിരിച്ചടിയാവുമോ എന്ന ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ BJP നേതൃത്വം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.